നമസ്കാരം. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് CCTVയിൽ റെക്കോർഡായ വിഷ്വൽസിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം. സംഭവം നടക്കുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലാണ് CCTV ഉണ്ടായിരുന്നത്. അതായത് ഇപ്പം നിങ്ങൾ കാണുന്ന വീഡിയോയിലെ ഈ വീടിൻ്റെ തൊട്ട് മുന്നിൽ ഇടത് ഭാഗത്തുള്ള വീട്ടിലാണ് സംഭവം നടന്നത്. CCTVയിൽ ആ വീടിൻ്റെ മുന്നിലെ മതിലും ഗേറ്റും മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് 2025 ജൂലൈ 26 പുലർച്ചെ 3:30 മണിക്കാണ്. തൃപ്പൂണിത്തുറയിലെ മണക്കപ്പാടിയുള്ള രാജേഷ് കുമാറിന്റെ വീട്ടിലാണ് സംഭവം നടന്നത്. നിങ്ങൾ ഈ CCTVയിൽ മുന്നിലെ ആ ഇടത് ഭാഗത്തുള്ള വീട്ടിൽ നിന്നും ഒരു വെളിച്ചം വരുന്നത് കാണുന്നില്ലേ? അത് ഒരു TVS iQube തീ പിടിച്ചതാണ്. ഈ രാജേഷ് കുമാറിൻ്റെതാണ് ആ TVS iQube. അതിനുശേഷം ഭയങ്കര ശബ്ദത്തോടു കൂടി ഭയാനകമായ സംഭവമാണ് ശരിക്കും അവിടെ നടന്നത്. ഈ TVS iQube തീ പിടിച്ചതിന് ശേഷം ആ തീ പിന്നീട് ഇവരുടെ ഒരു കാറിലേക്ക്, MGയുടെ കാറിലേക്ക് പടരുകയും കാറ് മുഴുവനായിട്ട് കത്താൻ തുടങ്ങി. അവസാനം അത് വീടിലേക്ക് പടരുകയും അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ എത്തിയപ്പം ഈ രാജേഷ് കുമാർ ഈ കാറ് തള്ളി പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. ആ രംഗങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഓക്കെ, ഇനി നമുക്ക് രാജേഷ് കുമാറിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഒരു 3/26 3 മണി കഴിഞ്ഞ് 3:30 കഴിഞ്ഞിട്ടുണ്ടായ ഒരു പ്രശ്നമാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത്. ഇതൊരു TVS iQube സ്കൂട്ടറായിരുന്നു. 2-2.5 വർഷമായി വാങ്ങിയിട്ട് ആ സ്കൂട്ടർ നമ്മൾ ഇവിടെ വെച്ചാണ് സാധാരണ ചാർജ് ചെയ്യുന്നത്. ചാർജ് ചെയ്യാനുള്ള പ്ലഗും അതിൻ്റെ ചാർജറും ഇവിടെ തന്നെയാണ് സാധാരണ രീതിയിൽ സൂക്ഷിക്കുന്നത്. ഇതിപ്പോ ഇന്ന് TVSന്റെ ആൾക്കാര് ചെക്ക് ചെയ്യാൻ വന്നിട്ട് എല്ലാം ഊരി വെച്ചിട്ട് പോയേക്കുന്നു. അവര് ഈ ശനിയാഴ്ച കത്ത് പിടിച്ചപ്പോൾ തന്നെ നമ്മൾ TVSൽ വിളിച്ച് അറിയിച്ചു. ഇതിങ്ങനെ സ്കൂട്ടർ നമ്മൾ ചാർജ് ചെയ്യാത്ത സമയത്ത് ഇത് കത്തി. അതാണ് നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നോക്കണം. കാരണം ചാർജ് ചെയ്യാത്ത സമയത്ത് കത്തുന്ന ഒരു സ്കൂട്ടർ എന്ന് പറയുമ്പോൾ അതെവിടെ വേണമെങ്കിലും ഏത് ആൾക്കാരുടെ കൂട്ടത്തിലും ഈ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അവരുടെ എത്രയും പെട്ടെന്ന് വന്നിട്ട് ഇത് ചെക്ക് ചെയ്യണം, എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. സ്കൂട്ടറുകൾ നമുക്കറിയാം, അത് മറ്റു കാറുകളുടെയും വീട്ടിലും കത്ത് പിടിക്കാവുന്ന മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈ സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നുണ്ടാവും. ഇതങ്ങനെ കത്ത് പിടിക്കുന്നതാണ്, അപകടമുള്ളതാണ്, അതുകൊണ്ട് മാറ്റിവെക്കണമെന്നൊന്നും ആരും ഇന്നും എന്നെ ഒരു കമ്പനിക്കാരും ആരോടും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ പോലെ തന്നെയാണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കീപ്പ് ചെയ്യുക. പക്ഷെ ആ സ്കൂട്ടർ ഇപ്പം നമുക്ക് നേരെ ഇങ്ങനെയൊരു വലിയൊരു തീപിടുത്തം ഉണ്ടായി. ഇവിടെ മുഴുവൻ വീട് ഉൾപ്പെടെ കത്തി. ഇതിൽ നിന്നൊക്കെ ഏറ്റവും അപകടകരമായിട്ട് സംഭവിച്ചത് ഇതിനടുത്ത് കിടന്ന ഒരു കാറും കൂടെ കത്തി എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് കത്താൻ തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ഗിയർ ന്യൂട്രലാക്കി ഹാൻഡ് ബ്രേക്കും റിലീസ് ചെയ്ത് ഇങ്ങോട്ട് തള്ളി മാറ്റാൻ പറ്റിയതുകൊണ്ട് മാത്രമാണ് കാറ് ഈ പുറത്ത് കിടന്ന് കത്തിയത്. അതല്ലായിരുന്നുവെങ്കിൽ ഈ കാറ് ആ കാർ പോർച്ചിലായിരുന്നു കത്തിയെങ്കിൽ ആ വീട് ഉറപ്പായിട്ടും കത്തിപ്പോയി. അപ്പം എന്ത് വലിയൊരു അപകടമാണ്. ഒരു ബാറ്ററി ഇതാ ഈ വീടിൻ്റെ ഈ റൂമിലാണ് 3 പേര് കിടന്നുറങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഈ കാറ് കിടന്ന് കത്തുവാണെങ്കിൽ ഉറപ്പായിട്ടും ആ വീട്ടിൽ കിടന്നവർക്ക്
അതിൻ്റെ പുക വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും പുറത്തിറങ്ങി രക്ഷപ്പെടാൻ കഴിയില്ല. ലക്കിന് അവരുടെ അയൽവാസി, ഈ വീട്ടിലുള്ള ആള്, അത് ഈ വെളിച്ചം കണ്ടിട്ട് അവരെ ഫോണിൽ വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് ഇറങ്ങി വരാനും ഇറങ്ങി വന്ന് ഈ തീ അണയ്ക്കാനും സാധിച്ചത്. അത് കഴിഞ്ഞ് ഫയർ എഞ്ചിനൊക്കെ വന്ന് സമയമെടുത്ത് സ്കൂട്ടർ, കാറിൻ്റെ അകത്ത് വന്നിരുന്ന തീയൊക്കെ അവർക്ക് അണയ്ക്കാൻ കഴിഞ്ഞതുകൊണ്ട് പെട്രോൾ ടാങ്കൊക്കെ പൊട്ടാതെ അത് വലിയൊരു പൊട്ടിത്തെറിയെന്നൊക്കെ ഒഴിവാക്കാൻ കഴിയും. പക്ഷേ ആ കാറ് പൂർണ്ണമായിട്ടും കത്തി നശിച്ചു, സ്കൂട്ടറും കത്തിത്തീർന്നു. ഇത് TVSന്റെ കംപ്ലൈൻ്റ് ആണെന്ന് അന്ന് തന്നെ ഇവിടെ വന്ന TVSന്റെ ആൾക്കാർ സമ്മതിച്ചു പോയത്. അവരതിന് നിങ്ങൾക്കുണ്ടായ നഷ്ടപരിഹാരം എത്രയാണ്, അത് ഞങ്ങൾ തന്നോളാം എന്ന് പറഞ്ഞ് വളരെ നമ്മളെ സഹായിക്കും എന്നുള്ള ഒരു രീതിയാണെന്ന് അവർ കാണിച്ചത്. അങ്ങനെ അവർ നമുക്കുള്ള നഷ്ടം എത്രയാണെന്ന് കണക്ക് കൂട്ടി ആ പണം അവർ തരും എന്ന് തന്നെയാണ് നമ്മളും കരുതിയിരുന്നത്. പക്ഷേ ഒരാഴ്ച അവർ അങ്ങനെ തരാമെന്നെല്ലാം പറഞ്ഞിരുന്നിട്ട് ഇന്ന് അവർ വന്നിട്ട് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് അവരുടെ സ്കൂട്ടറിൻ്റെ കുഴപ്പമല്ല, ഇതിനടുത്ത് ചാർജർ കുത്തിവെച്ചിരുന്നു, ആ ചാർജർ ഷോർട്ടായതുകൊണ്ടാണ്, അല്ലാതെ സ്കൂട്ടറിൻ്റെ കുഴപ്പമല്ല. ആ ചാർജർ ഷോർട്ടായത് അവർ കണ്ടുപിടിച്ച തെളിവ് ഇതാണ്. ഒരു കുട അവിടെ തുറന്നിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ആ കുട കണ്ടപ്പോൾ അവർക്ക് കിട്ടിയ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഈ കുടയിൽ നിന്ന് വെള്ളം വന്നിട്ട് ചാർജർ വഴി ഷോർട്ടായി ചാർജർ കത്തി, അങ്ങനെ സ്കൂട്ടറിന് കത്തിയിരുന്നു. പക്ഷേ ഈ പിക്ചർ, ഈ ഫ്രെയിമിൽ കാണുന്ന ഈ പിക്ചർ കണ്ടാൽ അറിയാം, ഇതിൻ്റെ ഏറ്റവും കൂടുതൽ തീ വന്നിരിക്കുന്നത് ഇതിൻ്റെ സെൻട്രൽ പോർഷനാണ്. അതിൻ്റെ ആ ഷോക്ക് ഒബ്സർവറൊക്കെ ഉരുകി പോയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഈ ഒരു പിക്ചർ മാത്രം ഒരു ChatGPTയിലോ ജെമിനിയിലോ ഒന്ന് ഇട്ട് നോക്കുവാണെങ്കിൽ, ആ ബാറ്ററിയുടെ ഒരു ഇമേജും കൂടെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങളോട് പറയും ഈ അപകടം ഉണ്ടാകുന്നത് ബാറ്ററിയിൽ നിന്നാണ്. ബാറ്ററിയുടെ തെർമൽ റണ്ണവേ എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ് ലിഥിയം അയൺ ബാറ്ററിക്കകത്ത്. ലിഥിയം അയൺ ബാറ്ററി ഏറ്റവും അപകടകാരിയാണ്. അങ്ങനെയാണ് ഇത് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. അല്ലാതെ ഈ അഡാപ്റ്റർ കത്തിയിരിക്കുന്നത് ഈ സ്കൂട്ടർ കത്തിയപ്പോൾ ഉണ്ടായ ചൂടിയാണ്. അല്ലാതെ ഇതൊരിക്കലും അവർ പറയുന്നത് പോലെ അഡാപ്റ്റർ കത്തി സ്കൂട്ടർ കത്തി എന്ന് പറയുന്നത് തികച്ചും വാസ്തവവിരുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തം നിന്ന് പിന്മാറാനുള്ള ഒരു നിലപാട് മാത്രമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്കൂട്ടർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബാറ്ററി എത്ര അപകടകരമാണെന്നുള്ളത്. ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്ന എല്ലാവരും തെർമൽ റണ്ണവേ എന്താണെന്നുള്ളത് അവരുടെ ഗൂഗിളിലൊന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ ആവശ്യം. കാരണം അതിനകത്തുണ്ടാകുന്ന ഇന്റേണൽ ഷോർട്ടിങ് മൂലം ഏത് സമയത്ത് വേണമെങ്കിലും ബാറ്ററി നമുക്ക് പ്രതീക്ഷിക്കാത്ത അപകടം ഉണ്ടാക്കാൻ കഴിവുണ്ട്. അതിന് ഏക മാർഗം ബാറ്ററിയുടെ ഏജിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏജിങ് എന്ന് പറയുമ്പോൾ എത്ര നാൾ ആ ബാറ്ററി ഉപയോഗിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സ്കൂട്ടറിൽ നമ്മൾ ഉറപ്പായിട്ടും ആ ബാറ്ററി അതിൻ്റെ ഓതറൈസ്ഡ് കമ്പനി തന്നെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ബാറ്ററിയും ബാറ്ററി സർക്യൂട്ടുകളും ഒക്കെ സേഫ് ആണെന്ന് ഉറപ്പാക്കേണ്ട ഒരാവശ്യം വന്നിരിക്കുകയാണ് ഈ അപകടത്തോടുകൂടി. ഇത്രയും നാളും നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറും കാറും ഒക്കെ റെക്കമെൻഡ് ചെയ്തിരുന്നെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതോടുകൂടി നമ്മുടെ വീട്ടിൽ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന സാധനം നമ്മൾ കയറ്റണ്ടെന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു പുതിയ പെട്രോൾ വണ്ടി മേടിക്കുകയും ചെയ്തു. ഇത് നമ്മുടെ ഇലക്ട്രിക് വാഹന വ്യവസായത്തിന് തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നമാണ്, ഇതിൻ്റെ അപകട സാധ്യത. അപ്പോൾ ആ അപകടം ഉണ്ടായി കഴിയുമ്പോൾ അത് തുറന്ന് സംഭവിക്കാനും അതിൻ്റെ നഷ്ടപരിഹാരം തരാനും കമ്പനികൾ തയ്യാറാകാത്തിടത്തോളം കാലം നമുക്ക് ഒരിക്കലും
ഈ ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ ബാക്കി ലൈവായിട്ടുള്ള വീഡിയോകളും പിക്ചറും നമ്മൾ ഈ കമ്പനിയായിട്ട് നടത്തിയ കമ്മ്യൂണിക്കേഷൻസും എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിളാണ്. എങ്ങനെയാണ് അവർ ആദ്യ ദിവസങ്ങളിൽ നമുക്ക് കോമ്പൻസേഷൻ തരാമെന്ന് പറഞ്ഞതും അത് കഴിഞ്ഞിട്ട് അവരതിൽ നിന്ന് മാറി ഇപ്പോൾ പുതിയ ഈ കഥകളുമായിട്ട് വരുന്നതും ഒക്കെ ആ മെയിലിൽ കൂടെ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നത്. നമ്മൾ കഴിയാവുന്ന ഡീറ്റെയിൽസൊക്കെ നമ്മളിത് ഷെയർ ചെയ്യാം. നിങ്ങൾ എടുക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ് ഉറപ്പായിട്ട് നിങ്ങൾ എടുക്കുക. ഇത് മനുഷ്യ ജീവൻ്റെ പ്രശ്നമാണ്. കമ്പനിയെയും കോർപ്പറേറ്റിനെയും സംബന്ധിച്ച് അവരുടെ ബിസിനസ്സിൻ്റെ മാത്രം കാര്യമാണ്. പിന്നെ ഇത് കണ്ടോ, ഇതെല്ലാം നാശമായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നമ്മൾ എല്ലാം ഇതിൻ്റെ മുകളിലാണ് ഞങ്ങൾ കിടന്ന് ഉറങ്ങിയിരുന്നത്. അപ്പം ഈ വീട്ടുകാർ വിളിച്ചതുകൊണ്ടാണ്, കണ്ടതുകൊണ്ടാണ് നമുക്ക് ഏതായാലും രക്ഷപ്പെടാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് അല്ലേ? ഈ സംഭവത്തിൽ നിന്നും നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, അതായത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളപായം ഒന്നും തന്നെ ഉണ്ടാകാതിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, രാജേഷ് കുമാറിന് കാർ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? തൊട്ട് മുകളിലാണ് ഇവർ താമസിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ സത്യം പറയുകയാണെങ്കിൽ കമ്പനി കസ്റ്റമേഴ്സിൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? കസ്റ്റമേഴ്സിന് ഫുള്ള് സപ്പോർട്ട് നൽകുകയല്ലേ വേണ്ടത്? അതിനു പകരം ഓരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടുകയാണോ വേണ്ടത്? ഈ വലിയ വലിയ കമ്പനികളായ ഐഫോണിൻ്റെയും അതുപോലെ തന്നെ സാംസങ് ഗാലക്സിയുടെയും ഒക്കെ പ്രശ്നങ്ങൾ നമ്മൾ മുമ്പ് കേട്ടതാണ്. പ്രശ്നങ്ങൾ എന്താണെന്ന് വ്യക്തമായി പഠിച്ച് അത് മനസ്സിലാക്കിയ ശേഷം കമ്പനിയുടെ തന്നെ പ്രശ്നമാണെന്ന് മനസ്സിലായ സമയത്ത് ആ പ്രശ്നമുണ്ടായ ആ സീരീസിലെ എല്ലാ പ്രൊഡക്റ്റും തിരിച്ചു വിളിക്കുകയും കസ്റ്റമേഴ്സിന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, അതും ഫ്രീ ആയിട്ട്. ഈ ഏഥറിൻ്റെ 2 ഇലക്ട്രിക് സ്കൂട്ടറുകൾ കത്തിയ വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചിട്ട് അത് അവരുടെ മിസ്റ്റേക്കാണെന്ന് അവർ മനസ്സിലാക്കി അവരത് അഡ്മിറ്റ് ചെയ്തിട്ട് അതിന് വേണ്ട നടപടികൾ അവർ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പം ഈ കസ്റ്റമേഴ്സിനും ജനങ്ങൾക്കും എല്ലാം ഈ കമ്പനിയോടുള്ള വിശ്വാസം കൂടുകയുള്ളൂ അല്ലേ? പക്ഷേ TVS iQube കാര്യത്തിൽ ഇവർ ഈ വാർത്ത ഒളിപ്പിക്കാനാണ് ശ്രമിച്ചത്. കാരണം മനോരമ ഓൺലൈനിൽ ആദ്യം ഈ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് ആ ന്യൂസ് കാണാനില്ല, അത് ഡിലീറ്റ് ചെയ്തു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് നോക്കാം. ആ ന്യൂസ് ഇപ്പോൾ ഇല്ല. സത്യം പറയുകയാണെങ്കിൽ TVSൻ്റെ ഈ ഒരു പ്രവൃത്തി ജനങ്ങൾക്ക് അവരുടെ TVS iQube എന്ന് പറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടറിനോട് മാത്രമല്ല EV ഇൻഡസ്ട്രിയോട് തന്നെയുള്ള വിശ്വാസം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? ഇങ്ങനെയാണെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ഇനി ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങിക്കുന്നത്? എന്തായാലും രാജേഷ് കുമാർ കൺസ്യൂമർ കോർട്ടിനെ സമീപിച്ചിരിക്കുകയാണ്. നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നീതി ലഭിക്കും. സത്യം മാത്രം പോരാ, നമ്മുടെ ഭാഗത്ത് തെളിവ് വേണം. അത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടല്ലോ.